ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജാമ്യ ഉത്തരവ് വൈകി എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം തന്നെ പറയുന്നുണ്ട് അവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ഈ ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അങ്ങനെ വിഷമിക്കുന്ന കുറെ പേർ അദ്ദേഹത്തോട് പരാതി പറയാൻ എത്തി. അപ്പോൾ അവരുടെ പരാതിയൊക്കെ കേട്ട് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി നിന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം. അതായത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നുള്ളത് കാര്യം. ഡാനി, ഇത് ഇപ്പം ഇതും ഒരു PR ആക്ടിവിറ്റി ആക്കാൻ ഒരു ചെറിയ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് പണി കിട്ടുമെന്ന് രണ്ടാമത്തെ വാചകത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ശ്രീജ. കാരണം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോടതി കേസ് പരിഗണിക്കും മുൻപ് തന്നെ വളരെ തിരക്കിട്ടായിരുന്നു ഇവിടേക്കുള്ള ഈ ഒരു രണ്ടാമത്തെ ഈ ദിവസത്തിലേക്കുള്ള ഈ വരവ് എന്ന് തന്നെ പറയാം. കാരണം വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് സ്റ്റാഫ് ഓടി ചെല്ലുകയായിരുന്നു. അതിനകത്തേക്ക് ജയിലിനകത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം രേഖകളെല്ലാം കൈമാറി അങ്ങോട്ട് ചെന്ന് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരാകട്ടെ അതിനകത്തുനിന്ന് ഏതാണ്ട് ജയിലിനകത്തുനിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അതോടൊപ്പം ഇവിടെ വിട്ടു പോകുന്നു എന്നതാണ്. കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു, സ്വമേധയാ ഈ കേസ് പരിഗണിക്കുന്നു എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഈ നടപടികൾ ഇന്ന് നിമിഷം കൊണ്ട് പൂർത്തീകരിച്ചത്. കാരണം അതല്ല എങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ എത്തുകയാണെങ്കിൽ അത് വീണ്ടും തിരിച്ചടിയാകും. അതുകൊണ്ട് ജയിലിനകത്തുനിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇതിന് ബോബി ചെമ്മണ്ണൂർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ താൻ പുറത്തിറങ്ങാതിരുന്നത് അതൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനം തന്നെയായിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. പല ചെറിയ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഇതിനകത്ത് കഴിയുകയായിരുന്നു. അങ്ങനെ അവർക്കൊരു ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു താനകത്ത് തുടർന്നത്. മറിച്ച് ഒരു PR ആക്ടിവിറ്റി കാര്യങ്ങൾ അത്തരം ഇതൊരു നാടകമായിരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എന്ത് നാടകം, അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും ശ്രീജ, അതിൽ ഒറ്റ കാര്യം ഉറപ്പിക്കാം. കാരണം ഇന്നലെ 3:30 കഴിയുന്നതോടുകൂടി കോടതി നടപടികളും പ്രൊസീജിയും കാര്യങ്ങളും എല്ലാം തന്നെ വേഗത്തിലായിരുന്നു. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കാക്കനാട് എത്തുക എന്നത് ഇന്നലെ സാധ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് തന്നെയാണ്. അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യം മറ്റൊന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന്റെ ഒരു ബൈറ്റ് അല്പസമയം മുമ്പ് നമ്മളത് എടുക്കുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ രേഖകൾ കിട്ടാൻ കോടതി നടപടികൾ കഴിഞ്ഞ് രേഖകൾ കിട്ടാൻ വൈകിയത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവിടേക്ക് എത്താതിരുന്നത്. അങ്ങനെ ഒരു അനധികൃതമായി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട, അത് അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരാതിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തുടർന്നതെന്നും പറയുന്നു. എന്തായാലും കോടതി ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് നടപടിയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നറിയാം. നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. അത് കാക്കനാട് ജയിലാണ്, റിസോർട്ടല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി പോകാനോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാനോ പറ്റില്ല. മാത്രമല്ല, നാടകം നമുക്ക് സ്റ്റേജിൽ കളിക്കാം, പക്ഷേ കോടതിക്ക് മുന്നിലും അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം നിമിഷങ്ങൾക്കകം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയത്. മടങ്ങിയെത്താം. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യം അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല, ബോച്ച ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ? എന്ത് നാടകം? പ്ലീസ് നിങ്ങൾ അദ്ദേഹത്തെ ശല്യം നാടകം. കുറച്ചു പേർക്ക് ജാമ്യം വൈഫില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി
കുറച്ച് വൈകിയെന്നുള്ളൂ. ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജാമ്യ ഉത്തരവ് വൈകി എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം തന്നെ പറയുന്നുണ്ട് അവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ഈ ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അങ്ങനെ വിഷമിക്കുന്ന കുറെ പേർ അദ്ദേഹത്തോട് പരാതി പറയാനെത്തി. അപ്പോൾ അവരുടെ പരാതിയൊക്കെ കേട്ട് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി നിന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം. അതായത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നുള്ളത് കാര്യം. ഡാനി, ഇത് ഇപ്പം ഇതും ഒരു PR ആക്ടിവിറ്റി ആക്കാൻ ഒരു ചെറിയ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് പണി കിട്ടുമെന്ന് രണ്ടാമത്തെ വാചകത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ശ്രീജ. കാരണം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോടതി കേസ് പരിഗണിക്കും മുൻപ് തന്നെ വളരെ തിരക്കിട്ടായിരുന്നു ഇവിടേക്കുള്ള ഈ ഒരു രണ്ടാമത്തെ ഈ ദിവസത്തിലേക്കുള്ള ഈ വരവ് എന്ന് തന്നെ പറയാം. കാരണം വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് സ്റ്റാഫ് ഓടി ചെല്ലുകയായിരുന്നു. അതിനകത്തേക്ക് ജയിലിനകത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം രേഖകളെല്ലാം കൈമാറി അങ്ങോട്ട് ചെന്ന് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരാകട്ടെ അതിനകത്തുനിന്ന് ഏതാണ്ട് ജയിലിനകത്തുനിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അതോടൊപ്പം ഇവിടെ വിട്ടു പോകുന്നു എന്നതാണ്. കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു, സ്വമേധയാ ഈ കേസ് പരിഗണിക്കുന്നു എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഈ നടപടികൾ ഇന്ന് നിമിഷം കൊണ്ട് പൂർത്തീകരിച്ചത്. കാരണം അതല്ല എങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ എത്തുകയാണെങ്കിൽ അത് വീണ്ടും തിരിച്ചടിയാകും. അതുകൊണ്ട് ജയിലിനകത്തുനിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇതിന് ബോബി ചെമ്മണ്ണൂർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ താൻ പുറത്തിറങ്ങാതിരുന്നത് അതൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനം തന്നെയായിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. പല ചെറിയ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഇതിനകത്ത് കഴിയുകയായിരുന്നു. അങ്ങനെ അവർക്കൊരു ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു താനകത്ത് തുടർന്നത്. മറിച്ച് ഒരു PR ആക്ടിവിറ്റി കാര്യങ്ങൾ അത്രയും ഇതൊരു നാടകമായിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്ത് നാടകം, അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും ശ്രീജ, അതിൽ ഒറ്റ കാര്യം ഉറപ്പിക്കാം. കാരണം ഇന്നലെ 3:30 കഴിയുന്നതോടുകൂടി കോടതി നടപടികളും പ്രൊസീജിയും കാര്യങ്ങളും എല്ലാം തന്നെ വേഗത്തിലായിരുന്നു. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കാക്കനാട് എത്തുക എന്നത് ഇന്നലെ സാധ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് തന്നെയാണ്. അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യം മറ്റൊന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന്റെ ഒരു ബൈറ്റ് അല്പസമയം മുമ്പ് നമ്മളത് എടുക്കുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രേഖകൾ കിട്ടാൻ കോടതി നടപടികൾ കഴിഞ്ഞ് രേഖകൾ കിട്ടാൻ വൈകിയത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവിടേക്ക് എത്താതിരുന്നത്. അങ്ങനെ ഒരു അനധികൃതമായി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട, അത് അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരാതിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തുടർന്നതെന്നും പറയുന്നു. എന്തായാലും കോടതി ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് നടപടിയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നറിയാം. നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. അത് കാക്കനാട് ജയിലാണ്, റിസോർട്ടല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി പോകാനോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാനോ പറ്റില്ല. മാത്രമല്ല, നാടകം നമുക്ക് സ്റ്റേജിൽ കളിക്കാം, പക്ഷേ കോടതിക്ക് മുന്നിലും അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം നിമിഷങ്ങൾക്കകം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയത്. മടങ്ങിയെത്താം. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്.
അല്ല ബോച്ച ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ പ്ലീസ് പ്ലീസ് നിങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്യണം. കുറച്ച് പേർക്ക് വൈകില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജാമ്യ ഉത്തരവ് വൈകി എന്ന് പറയുമ്പോൾ തന്നെ ഡാനിയിലേക്ക് തിരികെ വരാം. ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുകയാണ്. സർ, ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച ഒരു കേസാണ്. ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതിരിക്കുന്നു. അതിന് ചില ന്യായങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് അതിരാവിലെ വേഗത്തിൽ കോടതി സ്വമേധയാ വീണ്ടും പരിഗണിക്കുന്നു എന്ന് തോന്നിയും പുറത്തിറങ്ങുന്നു. ഒരു സംശയമുള്ളത്, കോടതി ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി ഈ കോടതി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ തുടരാൻ കഴിയുമോ? എന്താണ് അതിന്റെ നിയമ സാഹചര്യം? കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചില കണ്ടീഷൻസ് വരും. അതായത് ബോണ്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, എന്നിട്ടേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് പലപ്പോഴും. കാരണം ഈ ചിലപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റോ ഒക്കെ വേണ്ടി വരും പല കേസുകളിലും. അങ്ങനെ വരുന്നുടനെ അവരെ പണമൊന്നും ഇല്ലെങ്കിൽ അവർ ഇറങ്ങി പോകത്തില്ല. അതായത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ കിടക്കണം എന്നുള്ളതാണ്. അല്ലാതെ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല, അവിടെ കിടന്നു പോകും എന്നുള്ളതേ ഉള്ളൂ. അത് ബാക്കി കോടതിക്ക് പിന്നെ തീരുമാനിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. കാരണം ബെയിൽ കൊടുത്തു, അതിനകത്ത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇറങ്ങി പോകണം, എഴുതി വെച്ചിട്ട് ഇറങ്ങി പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ടും അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പിന്നെ വേറെ നടപടികളൊന്നും കോടതി സാധാരണ എടുക്കാറില്ല. അതാണ് കാര്യം. സാറ്, ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിന് മറ്റൊരു പശ്ചാത്തലമുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം നൽകിയെങ്കിൽ കൂടി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ പൊതുവേദികളിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾക്ക് കോടതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു സാമ്പത്തികമുള്ള ഒരു പ്രമുഖൻ, ഒരു വ്യവസായി, അദ്ദേഹം ജയിലിൽ വീണ്ടും തുടരാൻ തീരുമാനിച്ചത് അത് കോടതിയോട്, നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായി കോടതി നിരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കാരണം അത് ഒരുത്തനെ ഇറങ്ങി പോകണ്ടെങ്കിൽ അവൻ അവിടെ കിടന്നോട്ടെ. അതിന് കോടതിക്ക് എന്താ വേണം? നമുക്ക് ബെയിൽ കൊടുക്കുന്നു, ബെയിൽ കൊടുത്തിട്ട് അത് ഇറങ്ങി പോകുന്നില്ല, അവിടെ കിടക്കുക. അവിടെ കിടന്നോട്ടെ. കള്ളന്മാരുടെ കൂടെ കിടക്കാനായിരിക്കും ചിലപ്പോ താല്പര്യം. അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. അല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ കാര്യമൊന്നും അത് ചെയ്യേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. അതാണ് കാര്യം. കണ്ടീഷൻ വല്ലതും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അത് ഈ നടപടി എടുക്കാം, ബെയിൽ ക്യാൻസൽ ചെയ്യൊക്കെ ചെയ്യാം, അത് ചെയ്യാം. സാർ, കോടതി വിഷയം പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ബോബി വേഗം പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ സാർ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് വരുന്നത്, ഇന്ന് ഇപ്പോൾ ഈ സ്വമേധയായി ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഈ കേസ് വീണ്ടും അതിൽ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ റിമാൻഡ് തടവുകാരുടെയും വക്കാലത്ത് ബോബി ഏറ്റെടുക്കരുത്, നാടകം കളിക്കരുത്, 1 മണിക്കൂറിനുള്ളിൽ ജയിൽ മോചിതനായില്ല ജാമ്യം റദ്ദാക്കും. ഇന്നലെ 7 മണി വരെ ജയിൽ അധികാരികൾ കാത്തുനിന്നതായി സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഇങ്ങനെ കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ച ശേഷവും ചില തുടർ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അസാധാരണമായ ഒരു ഇടപെടലായി കാണേണ്ടി വരുമോ? അതെ, അസാധാരണമായ ഇടപെടൽ തന്നെയാണ്. ഇങ്ങനൊന്നും ആരും ചെയ്യാറില്ല. ഇതിന്റെ ചെയ്യേണ്ട കാര്യമുള്ളതും അല്ല. അതായത് ഈ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം പൊതുവിൽ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. കുറെ അനുയായികളെ സംഘടിപ്പിച്ച് ജയിലിന് മുന്നിൽ വരുന്നു. ഇന്നലെ തന്നെ അത്തരം കാഴ്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജയിലിനകത്ത് നിന്ന് ജയിലിലെ മറ്റു തടവുകാരുടെ പരാതികൾ കേൾക്കുന്നു എന്ന നിലപാട് അദ്ദേഹം ഇന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതൊന്നും അത്ര സ്വാഭാവികമായി കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്തിനാ ഇയാളെ ഇങ്ങനെ വലുതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇയാൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും, അതിന് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ അതിന് കാണും. ആ ഉദ്ദേശം നമുക്കറിയാമല്ലോ എന്താണെന്ന്. അയാൾക്ക് പരസ്യത്തിനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഏറ്റെടുക്കുമ്പോ അതിന് നമ്മൾ വില കൊടുക്കുമ്പോഴും ചെവി കൊടുക്കുമ്പോഴും ഇയാളെ വലുതാക്കല്ലേ ചെയ്യുന്നത്. അതിന്റെ കാരണം കോടതിക്കുണ്ടോ? അതേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഇതുപോലെ ചില ഈ വിഡ്ഢിത്തരങ്ങളും ഒക്കെ ചില കാണിച്ചോണ്ടിരിക്കും. ചിലർക്ക് അങ്ങനെയാണ്, ആ രീതിയാണ്.
ജനശ്രദ്ധയെ ആകർഷിക്കാനുള്ളത്. അപ്പൊ അയാളെ അതിന് കൂടുതൽ പ്രാപ്തനാക്കി മാറ്റുകയല്ലേ കോടതിയുടെ നിരീക്ഷണങ്ങള്? വല്ല ആവശ്യമുള്ളതാണോ? ഓക്കെ സാറ്, ഒരു കാര്യം കൂടി കോടതി ഇപ്പം നിരീക്ഷിക്കുന്ന ചില കാര്യം കൂടി വരുന്നുണ്ട്. അതായത് ബോബിക്ക് കടുത്ത വിമർശനം വീണ്ടും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ചില ഉപാധികൾ കൂടി റദ്ദാക്കുന്നുണ്ട്. അതായത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നൊരു നിലപാട് വീണ്ടും കോടതി പറയുന്നുണ്ട്. ഒപ്പം സീനിയർ അഭിഭാഷകരെ അവഹേളിക്കുന്ന നിലപാടാണ് ബോബിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരെ അടക്കം അവഹേളിക്കുന്ന നിലപാട് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ നിർദ്ദേശം നൽകുന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഇടപെടലായി കാണണോ കോടതിയുടെ? ഒന്ന് അത് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിയമത്തിൽ. കാരണം ഒരു ബെയിൽ ആദ്യം കൊടുത്തു, അതിന് അയാളെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ കൺസേൺ അല്ല. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല, അത്രയല്ലേ ഉള്ളൂ. അതിന് പകരം അയാൾ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം, അയാൾ ഇന്ന സമയത്ത് ഇറങ്ങി പോകണം എന്നൊന്നും കോടതിക്ക് പറയാൻ ഒക്കുന്ന ഒരു കാര്യമല്ല അത്. അതിന് ആവശ്യമുള്ള കാര്യവും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിന്റെ അടുത്തിട്ട് പുതിയതായിട്ട് കണ്ടീഷൻസ് ഇൻവോക്ക് ചെയ്യാന്ന് പറയുന്ന പുതിയ കണ്ടീഷൻസ് അതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒന്നാമത് പത്രമാധ്യമങ്ങളിലെ അതോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും കണ്ട് അത് കോടതിയെ ഒരിക്കലും കോടതി അതിൽ സ്വാധീനിക്കപ്പെടാൻ പാടുള്ളതല്ല. ആ ചെയ്യുന്നൊന്നും ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിയമത്തില് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി സാർ എന്തായാലും പ്രതികരിച്ചതിന്. കോടതി രൂക്ഷമായ പ്രതികരണങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തുന്നു എന്നതാണ്. എന്തുകൊണ്ട് ജയിലിൽ നിന്നും ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങിയില്ല എന്ന ചോദ്യത്തിന് ബോബി മറുപടി പറയണമെന്ന നിലപാടിലേക്ക് കോടതി പോകുന്നു എന്നതാണ് ബോബിക്ക് കടുത്ത വിമർശനം. നിയമത്തിന് മുകളിലല്ല ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യം കോടതി പരാമർശിക്കുന്നു. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഒരുപക്ഷെ അതൊരു പുതിയ നിർദ്ദേശമായി മാറിയേക്കാം. അതായത് ജാമ്യം നൽകിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വ്യവസ്ഥ കൂടി കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കോടതിയുടെ ഒരു അസാധാരണ ഇടപെടലായി അത് വരണം. ജസ്റ്റിസ് കമാൽ പാഷയൊക്കെ സൂചിപ്പിച്ചതുപോലെ സാധാരണ രീതിയിൽ നടക്കാറില്ലാത്ത കാര്യമാണ്, പക്ഷേ അത് ഉണ്ടാകുന്നു. 12 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന കാര്യം കൂടി വരികയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അസാധാരണ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ബോബി ചെമ്മണ്ണൂര് കോടതിയെ ധിക്കരിക്കാൻ ശ്രമിച്ചു എന്ന വിലയിരുത്തൽ, വാക്കാലുള്ള വിലയിരുത്തൽ കോടതി നടത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സീനിയർ അഭിഭാഷകരെ അടക്കം അവഹേളിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ കോടതിയിലെടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. ഇന്നലെ 7 മണിവരെ ജയിൽ അധികൃതർ കാത്തുനിന്നു കോടതിയിൽ എന്ന് സർക്കാർ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ഒരു നീക്കം കോടതിയുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. 1 മണിക്കൂറിനുള്ളിൽ ജയിൽ മോചിതനായില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന നിലപാടിലേക്ക് പോലും 1 മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങിയിൽ ജാമ്യം റദ്ദാക്കുമെന്ന നിലപാടിലേക്ക് കർശന നീക്കത്തിലേക്ക് കോടതി പോയതിന്റെ ഒടുവിലാണ് വേഗത്തിൽ ഓടിപ്പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ തീരുമാനിച്ചത്. ഇപ്പോൾ കാണുന്നത് കോടതിക്ക് പുറത്തുള്ള ദൃശ്യങ്ങൾ, ജയിലിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ഫാൻസ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ശ്രമിക്കുന്നു. പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം. അവിടെ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികളടക്കമുള്ളവരാണ് അവിടെ ഉള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് സാഹചര്യം. ബോബി ചെമ്മണ്ണൂർ വാർത്തകളിൽ നിറയ്ക്കാൻ അദ്ദേഹം ബോധപൂർവമായി ശ്രമം നടത്തുകയാണ്. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, നിയമകാര്യ ലേഖകൻ, നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ജസ്റ്റിസ് കമാൽ പോഷയെ പോലെയുള്ളവർ പറയുന്നു ഇതൊരു അസാധാരണ നടപടിയാണെന്ന്. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം കൃത്യമായ ചില നീക്കങ്ങൾ ഈ ജാമ്യത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തുന്നു എന്ന് വേണോ കരുതാൻ? അങ്ങനെയല്ല, നിയമത്തിന് അതീതമല്ല ആരും എന്ന സന്ദേശമാണ് നൽകുന്നത്. ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ബോബി ചെമ്മണ്ണൂരാണ്. ജാമ്യാപേക്ഷ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ ജാമ്യം നൽകി, കർശനമായ ഉപാധികളോട് നൽകി. അതിനുശേഷം ആ ജാമ്യാപേക്ഷ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഹൈക്കോടതി അപ്ലോഡ് ചെയ്യുന്നു. 7 മണിവരെ ജയിൽ അധികൃതർ ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ജയിലിൽ കാത്തിരിക്കുന്നു. പക്ഷേ ഈ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എടുത്തത്. ആരും നിയമത്തിന് അതീതരല്ല. റിമാൻഡ് തടവുകാരുടെ കാര്യങ്ങൾ വക്കാലത്തെടുക്കേണ്ട ആളല്ല ഈ പ്രതി എന്നും പറയുന്നു. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ജാമ്യം എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാമ്യം ക്യാൻസലാക്കുമെന്നും പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുമെന്നും അടുത്ത ഭാഷയിൽ തന്നെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 മണിക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനോട് ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ ആയിട്ടുള്ള രാമൻപിള്ളയെ അടക്കം അവഹേളിക്കുന്ന നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വിദേശത്ത് നിരവധി ബിസിനസ്
ശൃംഖലയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യരുത്, പാസ്പോർട്ട് അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്ക് അനുവദിക്കണം എന്ന ആവശ്യം ഇന്നലെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന വാദത്തിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ പാസ്പോർട്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന ആ വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം അത് റദ്ദാക്കുകയും ആ ഉപാധി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്ന് ഇനി മുതൽ ഈ കേസിന്റെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിദേശത്ത് ബോബി ചെമ്മണ്ണൂരിന് പോകാൻ കഴിയാത്ത സാഹചര്യം കൂടി ഇപ്പോൾ സംജാതമായിരിക്കുന്നു. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി നാടകം കളിക്കരുത്, ഹൈക്കോടതിക്ക് മുന്നിൽ നാടകം കളിക്കരുത് എന്ന സന്ദേശം കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സി പ്രകാശ് ഒന്ന് തുടരുക. ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നീതിക്കായിട്ടുള്ള പുരുഷന്മാരുടെ സംഘടനയാണ്. 160 ദിവസം കള്ള പോക്സോ കേസിൽ അകത്ത് കിടന്ന ആളാ. കോടതി 100% എന്നെ വെറുതെ വിട്ടതാ. എന്നിട്ടും പോലീസ് ഒരു എഫ്ഐആർ പോലും എന്നെ കള്ളക്കേസിൽ കുടിക്കുന്നവർക്ക് നേരത്തെ എടുത്തിട്ടില്ല. ആ വേദന എടുത്ത പുരുഷന്മാർക്ക് നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവ്വം കൊടുക്കുക ഹണി ട്രാപ്പിൽപ്പെടുത്തിയതാണ്. ഹണി റോസ് ഹണി ട്രാപ്പിൽപ്പെടുത്തിയതാണ്. ഞങ്ങളെ മിത്രങ്ങൾ തന്നെയാണ്. ഞങ്ങളെ സന്തോഷ പ്രകടനമാണ്. ഞങ്ങള് പടക്കം പൊട്ടിക്കാൻ തന്നെയാണ്. നിയമലംഘനമല്ല. അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് നട റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത എന്താ? ദീപാവലിക്ക് വെഗുണ്ട്. ഇത് വെറും അതൊന്നുമല്ല. ഞങ്ങളിത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കം കൊണ്ടുവന്നതിനെ പടക്കങ്ങളെ ഇന്നലെ പോലീസ് പൊട്ടിക്കാൻ പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇന്നെന്തിനാണ്? എങ്ങനെയാണ്? ആരാണ് നാടകം കളിച്ചത്? നാടകം കളിക്കുന്നത് ഇപ്പൊ പോലീസാ, നമ്മളല്ല. പോലീസാണ് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഞങ്ങളെ പൊട്ടിക്കാൻ പോവാ. അങ്ങനെ അത്താവണം ജയിലിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം. അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് അവിടെ കിടന്നാണ്, ജയിലിൽ കിടന്നാണ്. ജയിലിൽ കിടക്കാണ് ഞങ്ങൾ കിടന്നോളാം. ആയിക്കോട്ടെ, അടുത്തൊരു കേസോടെ ആയിക്കോട്ടെ. ജയിലിൽ കിടന്നോളാം. ഞങ്ങളെ പ്രസിഡന്റാണ് സ്വാഗതം ഇദ്ദേഹം ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം. ഞങ്ങൾ റിമാൻഡ് പോകാൻ തയ്യാറാ. ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. ഈ മാലപ്പെട്ട ദീപാവലിക്ക് വലിയ ഗുണ്ട് നടു റോഡിൽ വലിയ കടഞ്ഞ പൊട്ടിക്കുന്നു. അതുപോലെ കോറികള് പാറമടക്കാർ വലിയ കരിങ്കൽ കഷണം പൊട്ടിക്കുന്നു. പിന്നെ ഈ ഓലപ്പടക്കം സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് പൊട്ടിക്കണം. പടക്കം പൊട്ടിക്കാൻ ചൈനീസ് വലിയ ബോംബൊന്നും അല്ല ഇത്. ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു. പാറമട കോറിക്കാതെ വലിയ ബോംബ് പൊട്ടിക്കുന്നു. അതുപോലെ ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നു നടു റോഡില്. ഞങ്ങൾ ആർക്കും ശല്യം ഇല്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അത് പാവം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഞങ്ങളെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പ്രസ്താവന നൽകിയതാണ്. മാലയിട്ട് പടക്കം പൊട്ടി തൃശ്ശൂർ പോയി ഞങ്ങൾ മാലയിടും. പടക്കം പൊട്ടിച്ചിട്ട് പോവുക. തൃശ്ശൂർ മാലയിടാൻ പോവുക. സംഭവം എത്രയോ നിലപാട് പോലീസ് ഒന്നും അല്ല ഇതിൽ. ഇന്നലെ പോലീസ് പറഞ്ഞല്ലോ, ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, ഒരല്പം ബ്ലോക്ക് ആയിപ്പോ. ഞങ്ങൾ പൊട്ടിക്കുന്നത് കള്ളക്കേസില് പൊട്ടിക്കാൻ പാടില്ല. സ്ത്രീയെ
സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധമാണിത്. കള്ളക്കേസിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒരുപാട് പേരെ വ്യാജ പോക്സോ കേസിൽപ്പെടുത്തുന്നു. അതിനെതിരെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ അതിശക്തമായ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ബോബിച്ചമ്മണൂർ ചെയ്തിട്ടുണ്ടോ? പക്ഷെ അദ്ദേഹം ഞാൻ ചോദിച്ചോട്ടെ, 4 മാസം ഈ ഹണി റോസ് എവിടെയായിരുന്നു? അല്ല, പടക്കം പൊട്ടിക്ക് ഞങ്ങൾക്ക് ഇന്നലെ അനുവാദം കിട്ടിയതാ, പൊട്ടിച്ചോളെ. ഈ പോലീസുകാരെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്കില്ല, പൊട്ടിക്കണ്ടെന്നാ പറയുന്നത്. അതെന്താ പൊട്ടിക്കാൻ പറ്റാത്ത? എന്നാ പിന്നെ കേസെടുത്ത് എന്നാ പിന്നെ അറസ്റ്റ് ചെയ്തോ? ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. ഞങ്ങൾ എന്തുകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല? പോലീസുകാരെ അറസ്റ്റ് ചെയ്യൂ. പോലീസുകാരെ വൈഡ് നിൽക്കും. നശിപ്പിക്കണ്ടേ ഞങ്ങളെ? ഇത് കടുത്ത ദ്രോഹമാണ്. ഞങ്ങളെ പടക്കം പൊട്ടിക്കുന്ന തടയുകയാണ്. ഇത് കടുത്ത അനീതിയാണ്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ബെൻസ് അസോസിയേഷൻ പിന്തുണയുമായി വരുന്നു, പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പോലീസ് തടയുന്നു. എന്താണ് ഈ നാടകീയ രംഗങ്ങൾ? സജിത്ത്, ആദ്യ നാടകത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ ഊഴമാണ്. മെൻസ് അസോസിയേഷൻ ഇവിടേക്ക് പടക്കവും അതോടൊപ്പം പൂമാലയുമായി സ്വീകരിക്കാൻ വന്നതാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂരിന് ഇവിടെ സ്ഥലം വിടേണ്ടി വന്നു, ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ ഉള്ളത് മെൻസ് അസോസിയേഷൻകാര് ഇവിടെ നിന്ന് പടക്കം പൊട്ടിക്കാനും പൂമാലയിടാനുള്ള ശ്രമം, പോലീസ് ഇപ്പോൾ പടക്കം പിടിച്ചെടുത്തിരിക്കുന്നു. ഇവര് വലിയ രീതിയിൽ പടക്കമൊക്കെ ആയിട്ട് വന്ന് സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പോൾ പടക്കം പിടിച്ചെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവര് ജയിൽ പരിസരത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നു. കാരണം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് മെൻസ് അസോസിയേഷൻ നൽകുന്നത്. ബോബി ചെമ്മണ്ണൂർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലെല്ലാമാണ് പറയുന്നത്. ഇത് ഒരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്നതടക്കം ഉള്ള ആക്ഷേപങ്ങൾ ഇവർ ഉയർത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇവിടേക്ക് സ്വീകരിക്കാൻ വേണ്ടി, മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി, പടക്കം പൊട്ടിച്ച സ്വീകരിക്കാൻ വേണ്ടി എത്തിയവരാണ്. അതിനു മുൻപ്, അവർ വന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂർ പോയതിൻ്റെ ഒരു നിരാശ എല്ലാവരുടെ മുഖത്തുണ്ട്. എന്തായാലും അത് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ റോഡിൽ, കാക്കനാട് റോഡിൽ അവര് പടക്കം പൊട്ടിക്കാൻ വേണ്ടി സീപോർട്ട് എയർപോർട്ട് റോഡിൽ തീരുമാനിക്കുകയും ചെയ്ത് പോലീസ് സ്ഥലത്തെത്തി ജയിൽ പരിസരത്ത് നിന്ന് ഇവരെല്ലാം തന്നെ നീക്കം ചെയ്തു. അതിനുശേഷം ഇവരെ ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റുകയാണ്. ഇവിടെ നിന്ന് മാറണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നാടകീയ രംഗങ്ങൾ, കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ നാടകീയ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പലരും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ പോലീസ് സ്ഥലത്തെത്തുകയും ഇവരുടെ പടക്കം പൊട്ടിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് അത് പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ പൂമാലയാണ് ഉള്ളത്. ബാക്കി പോലീസിന്റെ ഇടപെടൽ ശക്തമാകുമെന്ന് തന്നെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ഈ നാടകീയതയ്ക്ക് ഒരവസാനവും ഇപ്പോഴും വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഉള്ളത്. ഇവരെ പോലീസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മറ്റ് അവസ്ഥകൾ ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പടക്കം പോലീസ് കൂട്ടത്തോടെ പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള അഭിവാദ്യങ്ങളോ പ്രകടനങ്ങളോ ഉണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. കേസ് വളരെ നേരത്തെ ഉണ്ടായതിനേക്കാളും ഗുരുതര സ്വഭാവത്തോടുകൂടിയാണ് കോടതി ഇപ്പോൾ കാണുന്നത് എന്നത് ഇവരോട് അത് സംബന്ധിയായ കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരു ഉത്തരവോ കാര്യങ്ങളോ ഉത്തരവൊന്നും അത്തരം കാര്യങ്ങൾക്കില്ല എന്നത് തന്നെയാണ്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അതിന് സ്വീകരണം നൽകാൻ വേണ്ടി തങ്ങൾ വന്നതാണ്. പുരുഷന്മാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതിലാണ് തങ്ങളുടെ നിലപാടുകൾ എന്നാണ് ഇവരുടെ സംഘടനയുടെ ഒരു അവകാശവാദം. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് പോലീസ് കർശനമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ വന്ന് പറയുകയും
ഒപ്പം തന്നെ പുറത്തേക്ക് ഇവരെ നീക്കം ചെയ്യുകയും ചെയ്തു. ജയിലിന്റെ കോമ്പൗണ്ടിന് ആ ഭാഗത്തായിരുന്നു ആദ്യം അവർ പടക്കം പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ റോഡിലേക്ക് വന്നിരിക്കുന്നു. റോഡിൽ നിന്ന് പോലീസ് പടക്കം പിടിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ നാടകീയ രംഗങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് സജിത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പടക്കം പൊട്ടിക്കൽ ഏതായാലും തടഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ സ്വീകരണം നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10 മണിക്ക് ശേഷം ഉള്ളൊരു സ്വീകരണ പരിപാടി എന്ന രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമുക്കൊപ്പം ചേരുന്നു. പൊട്ടിക്കുന്ന പോലെ ആണ് ജയിലിന്റെ ചുറ്റും വന്ന് പടക്കം പൊട്ടിക്കണം. ഇല്ല അങ്ങനെ ഒരു അനുവാദമൊന്നുമില്ല. പൊതുസ്ഥലത്ത് പടക്കം പൊട്ടിക്കാനും എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല. ഓരോ പ്രത്യേക അവസരങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാം. അതല്ലാതെ ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും? അത് തന്നെയല്ല, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാവും. ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കണ്ടേ? അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ. കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ. അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കില്ലേ നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും കേട്ടാ. സജിത്ത്, ഈ രീതിയിൽ പോലീസിന്റെ ഒരു ഇടപെടൽ കർശനമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇവിടെ പടക്കം പൊട്ടിക്കാനും അത്തരം കാര്യങ്ങളൊന്നും അനുവദിക്കില്ല എന്നത് അദ്ദേഹം കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്, അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ നൽകുന്ന വിശദീകരണം ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും എല്ലാം ഉള്ളിടത്ത് നിന്ന് ഈ രീതിയിലേക്ക് വരുമ്പോഴേക്കും അത് അനുവദിക്കാൻ പറ്റില്ല. പോലീസ് തൽക്കാലം നീങ്ങുന്നില്ല. കാരണം ഇവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അടക്കമുള്ള കാര്യങ്ങൾ ശ്രമിക്കുക എന്നതാണ് പറയുന്നത്. ഈ സംഭവങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂര് ജയിലിലേക്ക് പോയതിനു ശേഷമുള്ള ഈ നാടകീയ സംഭവങ്ങളെല്ലാം തന്നെ വീണ്ടും അരങ്ങേറുകയാണ്. നേരത്തെ ജയിലിന് പുറത്ത് ഇന്നലെയും ഇതുപോലെ തന്നെ ആൾക്കൂട്ടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിരുന്നു. അവർക്ക് ഈ രീതിയിൽ തന്നെയും വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകണമെന്ന വലിയ ആഗ്രഹമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ അത് നടന്നിരുന്നില്ല. ഇന്നലെ എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നെങ്കിലും ജയിലിന് പുറത്തേക്കിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു ഇന്നലത്തെ സ്വീകരണ പരിപാടികൾ നടക്കാതെ പോയത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ സംഘടിച്ചെത്താൻ തന്നെയായിരുന്നു തയ്യാറായിരുന്നത്. പക്ഷെ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കോടതി ഇടപെടുന്നത്. കോടതി സത്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ചെവിക്ക് പിടിക്കുകയായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായ ഈ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. കർശന ഉപാധികൾ വെച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നു. ജയിലിന് പുറത്തേക്ക് അടിയന്തരമായി പുറത്തേക്ക് ഇറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ മാറി. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്വീകരണ പരിപാടിയോ മറ്റു കാര്യങ്ങളോ ആ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ ഒരു ഇച്ഛാഭംഗം ഇവർക്ക് വന്നെത്തിയവർക്കുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് നിന്നുകൊണ്ട്. ഇതിലിപ്പോൾ മെൻസ് അസോസിയേഷനാണ് ഇവിടേക്ക് വന്നത്. അവരുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണത്തോടുകൂടി കൊണ്ടുപോകാനായിരുന്നു തയ്യാറെടുത്തിരുന്നത്. അപ്പോഴേക്കും ബോബി ചെമ്മണ്ണൂർ ഇവിടെ നിന്ന് പോയി എന്ന് അവർ അറിഞ്ഞു. തുടർന്ന് ഇവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതെ പോയി. ഇപ്പോൾ പുറത്തിട്ട് പടക്കം പൊട്ടിക്കാനുള്ള നീക്കവും പോലീസ് തടഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഇവിടെ നിന്ന് സംസാരിച്ച് പോകാമെന്നത് മാത്രമേ അവർക്ക് ആശ്വസിക്കാനുള്ളൂ. ഇനിയിപ്പോൾ കോടതിയിലേക്കാണ്. കോടതി 12 മണിക്ക് കേസ് ഏത് രീതിയിൽ പരിഗണിക്കുന്നു എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. ഡാനി, അവിടെയാണ് ആ സാധ്യതയിലേക്കാണ് വരുന്നത്. 12-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, സർക്കാർ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, മറിച്ച് അഡ്വക്കേറ്റ് രാമൻപിള്ള അടക്കമുള്ള പ്രതിഭാഗം അഭിഭാഷകർ ഹാജരാകുമ്പോൾ ഇന്നലെ മുതൽ ഈ മണിക്കൂർ വരെ നടക്കുന്ന നാടക നീക്കങ്ങൾക്ക് എന്ത് വിശദീകരണമാണ് ബോബിയുടേതായി അഭിഭാഷകർക്ക് കോടതിയിൽ വെക്കാനുള്ളത് എന്ന ചോദ്യം കൂടി വരികയാണ്.
അങ്ങനെ വന്നാൽ അദ്ദേഹം രാവിലെ തന്നെ പുറത്തിറങ്ങി എന്ന പ്രതിവാദം ഉന്നയിച്ചേക്കാം. പക്ഷേ നടന്ന കാര്യങ്ങൾ എന്ത് എന്നത് കൃത്യമായ വിശദീകരണം കോടതി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനുമപ്പുറം കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് കോടതി കടക്കുമോ ഡാനി? അങ്ങനെ പ്രതീക്ഷിക്കണോ? എന്താണ് 12 മണിക്ക് കോടതിയിൽ നടക്കാൻ സാധ്യത? ഇതിൽ കോടതി ഇപ്പോൾ തന്നെ ഉപാധികൾ കർശനമാക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിപ്പോൾ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നത് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം ഇതിൽ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെയും ഇല്ല എന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു നിരീക്ഷണമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ജാമ്യം റദ്ദാക്കാൻ അറിയാമെന്നതടക്കമുള്ള കോടതി ഗുരുതര പരാമർശങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. പാസ്പോർട്ട് അടക്കം ഇവിടേക്ക് പിടിച്ചുവെക്കുന്ന രീതിയിലേക്ക്, സറണ്ടർ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. നിയമത്തിന് മുകളിലല്ല ബോബി ചെമ്മണ്ണൂർ എന്ന് ഹൈക്കോടതി നേരിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. ഇന്നലെയൊന്നും ഇത്ര രൂക്ഷമായി ജാമ്യം അനുവദിക്കുമ്പോൾ പോലും ഈ രീതിയിൽ രൂക്ഷമായ ഒരു വിമർശനം നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജാമ്യം അനുവദിച്ചതിന് ശേഷമുണ്ടായ നാടകീയ സംഭവങ്ങൾ അത് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ബോധ്യമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കാര്യങ്ങളിലേക്ക് കടക്കുകയും കർശനമായ രീതിയിൽ കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്തത്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ള കേസുകളിലേക്ക് വരുമ്പോഴാണ് കോടതി അത് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിനർത്ഥം കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഒരു മടിയും ഇല്ല. നിയമം എല്ലാവരും അനുസരിക്കേണ്ടതാണ്. അതിന് കോടതികളുണ്ട്. ജയിലിൽ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാവുന്നവർക്ക് അതിനു വേണ്ടൊരു വ്യവസ്ഥയുണ്ട്. അതിന് മറ്റു സംവിധാനങ്ങളുണ്ട്. അവരുടെ വക്കാലത്ത് ബോബി ചെമ്മണ്ണൂർ എടുക്കേണ്ടതില്ല എന്ന് പച്ചയ്ക്ക് തന്നെ കോടതി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. വളരെ ഗുരുതര സ്വഭാവത്തോടു കൂടിയാണ് കോടതി ഈ സംഭവങ്ങളെ കാണുന്നത് എന്നതാണ്. ഇവിടെ വന്നു കൂടിയവർക്ക് ഇതിൻ്റെ ഈ കാര്യങ്ങൾ എത്ര കണ്ട് ബോധ്യമാകുമെന്നത് സംബന്ധിച്ച് നമുക്ക് ധാരണയില്ല. എന്തായാലും അവരെ സ്വീകരണം നൽകാൻ വേണ്ടി മാത്രം വന്നവരാണ്. ഈ കോടതി നടപടികളെ ഏതായാലും ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ അത് നേരിടേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളിൽ കോടതി എന്ത് കാര്യങ്ങൾ സ്വീകരിക്കുന്നു, എന്ത് നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ്. 12 മണിക്ക് കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അത് അതീവ നിർണായകം തന്നെയാണ്. എന്താണ് ഇത് സംബന്ധിച്ച്